കൂടെ നിന്നു. എല്ലാ പ്രയാസങ്ങളും അവരുടെ ഓരോ കുരുത്തക്കേടുകളും കാട്ടിക്കൂട്ടലുകളും എല്ലാം ക്ഷമിച്ചു. അതാണ് ഈ ഹദീസും ബാബും തമ്മിലുള്ള ബന്ധം. മൂസാ നബി അലൈഹി സ്വലാമിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യണ ആ സന്ദർഭത്തിൽ സ്വന്തം അനുയായികളിൽ നിന്നും ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളും സ്വഭാവവും കണ്ടപ്പോ റസൂൽ വേദനിച്ചു. റസൂലിന് ഓർമ്മ വന്നത് മൂസാ നബി അലൈഹി സ്വലാമിനെ. ഇതിനേക്കാൾ കടുപ്പപ്പെട്ട രീതിയിലാണ് ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹി സ്വലാമിനെ വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം ഫസബറ, എല്ലാം ക്ഷമിച്ചു. ഫഖുൽതു, അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ, ലാ ജറം ലാ അർഫഅ ഇലൈഹി ബഅദഹ ഹദീഥ മുത്തഫഖുൻ അലൈഹി. അതിനുശേഷം ആ രീതിയിലുള്ള പരാതികളൊന്നും ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ല. കാരണം റസൂലിന് ആ രീതിയിൽ പ്രതികരിക്കും, റസൂലിനെ വേദനിപ്പിക്കലാകും. ഈ ഹദീസും ബാബും തമ്മിലുള്ള ബന്ധം മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിച്ചു എന്ന വാക്കാണ്. സ്വന്തം ജനതയിൽ നിന്ന് പ്രയാസം അനുഭവിച്ച